അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? നമുക്ക് പെട്ടെന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? ഉദാഹരണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾ നേരിടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് പോകുമ്പോൾ നമുക്കതിൽ പാസ്സാകണം, അല്ലെങ്കിൽ അതിൽ നമുക്ക് സെലക്ഷൻ ലഭിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ പല രീതിയിലുള്ള പല തരത്തിലുള്ള പെട്ടെന്നുള്ള സ്പോട്ടിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ? ഞാനൊരു ഇസ്മ പറഞ്ഞുതരാം. ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എത്ര വലിയ നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹമാണെങ്കിലും, ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്ന് കരുതിയ ലക്ഷ്യമാണെങ്കിലും യാതൊരു ഡൗട്ടും വേണ്ട, യാതൊരു ശക്കും വേണ്ട, ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ പടച്ചോൻക്കൊരിക്കലും അത് തട്ടാൻ കഴിയൂല. അത്രക്കും പവറുള്ള, അത്രക്കും എഫക്റ്റീവായിട്ടുള്ള, അത്രക്കും ഖുവ്വത്തുള്ള ഒരു ഇസ്മാണ് ഈ പറയാൻ പോണ ഇസ്മ. കൂടുതൽ നീട്ടിപ്പരത്തി പറയല്ല. ഏതാ ഇസ്മ അറിയോ? യാ ലത്തീഫു, യാ ലത്തീഫു, യാ ലത്തീഫു, യാ ലത്തീഫു യാ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പടച്ചോനെ, ഞങ്ങളോട് നീ മയം കാണിക്കണേ പടച്ചോനെ, ഞങ്ങളോട് നീ മൃദുലത കാണിക്കണേ പടച്ചോനെ. ഇതൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥവശങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് 129 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് പടച്ചോനോട് ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ ആ ഒരു ദുആക്ക് ഒരു പ്രത്യേക കബൂലിയത്ത്, ഒരു പ്രത്യേക ഇജാബത്ത്, ഒരു പ്രത്യേക അക്സെപ്റ്റൻസ്, സ്വീകാര്യത പടച്ച റബ്ബ് തരും. യാതൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ കൂടെ ചെയ്ത് നോക്കിയോ, ഫലം ഉറപ്പ്. പെട്ടെന്ന് കടങ്ങൾ കൊടുത്ത് വിടാൻ, പെട്ടെന്നുള്ള ആവശ്യങ്ങൾ വിടാൻ, പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം എഫക്റ്റീവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും ഇസ്മ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.